സർ, ഈ കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസ് നേതാവും MP-യുമായ ജെബി മേത്തർ VD സതീശനിട്ട് ഒരു 8ന്റെ പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല എന്നാ തോന്നുന്നത്. കാരണം PMCയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള എല്ലാ വാദങ്ങളും പൊളിക്കുന്നതാണ്, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ മറുപടികളും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മറുപടി കൂടി പുറത്തു വരുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്രയും ദിവസം ഇങ്ങനെ കണ്ണി പൊടിയിട്ടുകൊണ്ടിരുന്ന പരിപാടി എല്ലാം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ലേ? താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരേണ്ട, അത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ എക്കാലത്തെയും ഇപ്പൊ ഏറ്റവും വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണല്ലോ. ഗാന്ധിജി പോലും പറഞ്ഞ അവർക്ക് മൈൻഡ് ചെയ്യേണ്ട, രാഹുൽ ഗാന്ധി പറഞ്ഞ മൈൻഡ് ചെയ്യണം. അപ്പൊ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ഗംഭീര പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയ രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ പുറത്തേക്ക് വിട്ടതിൽ അദ്ദേഹം പറയുന്നത് ഈ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ടും ചില കുട്ടികളുമൊക്കെ ആയിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്തു. അപ്പൊ ഇന്ററാക്ട് ചെയ്തപ്പോഴത്തേക്ക് ആരാണ് സ്റ്റുഡന്റ് എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സ്റ്റുഡന്റ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, സ്റ്റുഡന്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഒരു നെഗറ്റീവാണ്. 2 തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ലോകത്തുള്ളത്, 3 തരത്തിലുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതിലുള്ളത് ഒന്നെന്ന് പറയുന്നത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, ഓപ്പൺ ഹാർട്ടഡ് ആയ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അതൊരു ലോയർക്കോ എഞ്ചിനീയർക്കോ ഡോക്ടർക്കോ അല്ലെങ്കിൽ എത്ര പ്രായമുള്ളവർക്കോ ഒക്കെ ഒരു സ്റ്റുഡന്റ് ആകാം. അപ്പൊ അതാണ് ഒരു സ്റ്റുഡന്റിന്റെ ഇതെന്ന് പറയും. മറ്റൊരു ചില ആളുകളുണ്ട്, അവർ വിചാരിക്കുന്നത് അവരാണ് നോളജ്, അവർക്കെല്ലാം അറിയാം എന്നാണ് അവര് വിചാരിക്കുന്നത്. അവരെ നമ്മളൊക്കെ സാധാരണ വിളിക്കുന്നത് ഇഡിയറ്റ്സ് എന്നാണ്, പക്ഷെ മണ്ടന്മാരിതാണ്. പക്ഷെ അവരാണ് അങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ അവരിൽ നിന്നാണ് നോളജ് ഉണ്ടാകുന്നത്, അവര് പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പാർലമെന്റിൽ വലിയ പ്രശ്നമാക്കി. കാരണം ഇത് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇഡിയറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് എന്നെ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഭരണപക്ഷം വലിയ പ്രശ്നം ഉണ്ടാക്കി. മോദി ഉദ്ദേശിച്ചാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ മൂന്നാമതൊരു കൂട്ടരുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്ധഭക്തരാണ്. അതായത് ഈ പറയുന്ന ഇഡിയറ്റ്സിന്റെ കീഴിലുള്ള അന്ധഭക്തരാണ്. അവർ വിചാരിക്കുന്നത് ഇഡിയറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ. അവർക്ക് പുതിയതായിട്ടൊന്നും അവർ കേൾക്കാൻ തയ്യാറാവില്ല, ആരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവില്ല എന്നാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് പുള്ളി അതിഗംഭീരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. പ്രസംഗം അവസാനിപ്പിക്കും. എന്റെ ഏറ്റവും വലിയ സംശയം അത്തരത്തിലുള്ള ഒരു വലിയ അന്ധഭക്തൻ ഇവിടെയുള്ള കാര്യം രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ലെന്നാണ്. അത് VD സതീശനാണ്. കാരണം പുള്ളി അന്ധഭക്തനാണ് എന്നുള്ളതിന് 2 ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, പുള്ളി നരേന്ദ്രമോദിയുടെ ഭക്തനാണ്. 2 പോട്ടെ നോക്കാം, നമുക്ക് കുഴപ്പമില്ല, അതിപ്പോ ഇന്ത്യ പ്രധാനമന്ത്രി അല്ലെ, ഭക്തി ആയിക്കോട്ടെ. പക്ഷെ പുള്ളിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ പുള്ളിയിൽ നിന്നാണ് നോളജ് ഉത്ഭവിക്കുന്നത്, പുള്ളിയിൽ തന്നെ അവസാനിക്കുന്നു. പുള്ളി പറയുന്ന എല്ലാ പെരുന്നുണകളും ആളുകൾ തൊടാതെ വിഴുകുന്നതാണ് പുള്ളി വിചാരിച്ചിരിക്കുക. ഇപ്പൊ പ്രജിത പറഞ്ഞ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൽ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, PM ശ്രീ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു, നമ്മൾ പെട്ടുപോയി, ഇനി നമുക്ക് ഒരു കാരണവശാലും മാറാൻ പറ്റില്ലെന്ന്. എന്തൊരു മണ്ടത്തിലൂടെ പറഞ്ഞ. പഞ്ചാബ് ഒപ്പിട്ടിട്ട് പിന്നെ പിന്മാറുകയും പിന്നെ 1 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വരികയും ചെയ്താണ്. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റൻ അബയൻസ് ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്ത് ചെയ്തേക്ക് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞ് ഗവൺമെന്റ് എഴുതിയ ലെറ്ററിന്റെ പുറത്ത് ഒരു നടപടി എടുക്കാതിരുന്നാൽ തന്നെ ഇത് ഇനി 9 മാസം കൂടി കഴിഞ്ഞ് ഈ പരിപാടി തീണ്ടു. ഇതെല്ലാം പുള്ളിക്കെതിരെ നിരന്തരമായി പ്രതിപക്ഷമൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ജെബി മേത്തർക്ക് തോന്നിയത് അങ്ങനെ വിട്ടാൽ ശരിയാവൂല, ഞാനും കൂടി ഒന്ന് സഹായിച്ചേക്കാൻ തോന്നിയത്. കാരണം ജെബി മേത്തർ കഴിഞ്ഞ ദിവസം പോയി 2 ചോദ്യങ്ങളാണ് ചോദിച്ചേക്കാം. വെദർ ഫണ്ട്സ് ഹാവ് ബീൻ ട്രാൻസ്ഫർ ടു കേരള റിലേറ്റഡ് ടു ഈ പറഞ്ഞ PMCയിലേക്ക് ബന്ധപ്പെട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു ഫണ്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ക്ലാരിറ്റിയോടുകൂടിയുള്ള മറുപടിയാണ് സഹമന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ സഹമന്ത്രിയായിട്ടുള്ള ജയന്ത് ചൗധരി എഴുതി കൊടുത്തേക്കണം. അത് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ, ക്ലാരിറ്റിയോട് കൊടുത്തേക്കണം. രണ്ടാമത്തത്, സ്കൂളുകൾ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുത്തിട്ടില്ല. അതായത് അതിപ്പോ ക്യാപ്റ്റൻ അബയൻസ് ആണ്, അത് അങ്ങനെ തൽക്കാലത്തേക്ക് സർക്കാർ പിന്മാറിയിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവരെന്ത് പറയും? ഇത് പറയുന്ന ഈ സംഭവം പുറത്തേക്ക് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മുടെ അടൂർ പ്രകാശ് വന്നിട്ട് എന്ത് ചെയ്ത്, പുള്ളി വലിയ മദ്യ വ്യവസായിക്കാണല്ലോ, മദ്യം കഴിക്കാറുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, എന്തായാലും നുണയൊക്കെ പറയുന്നതിന് മുമ്പ് 2 അടിക്കുന്ന നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ പുള്ളി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞേക്കണ ഒരു വാചകം, ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും, വേറെ നിവർത്തി ഇല്ല എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ ഞാൻ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെയുള്ള അന്ധഭക്തരെ എന്ത് ചെയ്യാൻ ഒന്ന് ഇവര് വിചാരിക്കുന്നത് ബാക്കിയുള്ളവർ മുഴുവൻ പോഴന്മാരാണ്, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്തോളൂ, വിശ്വസിച്ചോളൂ എന്നാണ്. മനസ്സിലായി? അതേ രീതിയിലാണ് ഇവര് കടന്നുകൊണ്ടിരിക്കുന്നത്.
രണ്ടാമത് ഇവരാരാണ് PM-ശ്രീക്ക് എന്നാ ഇത് ചെയ്യണാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ 99.27 കോടി രൂപയാണ് ഇങ്ങോട്ട് നൽകിയിട്ടുള്ളത്. ആ നൽകിയിട്ടുള്ളത് വിവരാവകാശ പ്രകാരം RTA പ്രകാരം CBSE സ്കൂളുകൾക്ക് കൊടുക്കേണ്ട ഒരു തുക കൊടുക്കണമെന്ന് പറഞ്ഞ് തമിഴ്നാട് കോടതിയിൽ പോയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിനും കിട്ടിയതാണ്, നൽകിയതാണ്. പിന്നെ സർവശിക്ഷ അഭയാൻ, അതിന്റെ പേര് സർവശിക്ഷ കേരള എന്നാണ് കേരളത്തിലേക്ക് വരുമ്പോൾ. ആ സർവശിക്ഷ അഭയാന്റെ 2023, 24, 25, 27 വരെയുള്ള 1065 കോടി രൂപയുണ്ട്. അതിൽ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇനി ഇതും കൂടാതെ ഏറ്റവും വലിയ അടുത്ത തമാശ ഉള്ളത് മറ്റേ സുവേന്ദു അധികാരി പറഞ്ഞേക്കുന്നത് കേരളമാണ് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറിയിട്ടുള്ളത്, നമ്മളത് പകർത്തണമെന്നാണ്. ആര് കഴിഞ്ഞ 10 കൊല്ലം പിണറായിരുന്നു ഗംഭീരമായിട്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ പണിത്, ഞാനിപ്പോ അതിന്റെ വിശദാംശത്തിലേക്ക് പോകില്ല, അവിടെ ടോപ്പിക്കലാത്ത സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ പണിത് ഗംഭീരമായിട്ട് അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മൾ അത് ഇവിടെ എന്ത് ചെയ്യണം, വെസ്റ്റ് ബംഗാളിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് പറയുന്നത് ഇവിടെ പല പ്രശ്നമായിരുന്നു അതായിരുന്നു എന്നൊക്കെ പറയണം. ഇത് നടപ്പിലാക്കാത്ത ആകെ 3 സ്റ്റേറ്റ് ഉണ്ടായുള്ളൂ. ഒന്ന് വെസ്റ്റ് ബംഗാൾ, ഒന്ന് തമിഴ്നാട്, ഒന്ന് കേരളം. അതിൽ വെസ്റ്റ് ബംഗാൾ ഇത് നടപ്പിലാക്കി. പിന്നെ ഇവരെന്തിനാണ് ഇവരുടെ നിലപാട് എന്ത് ചെയ്യുന്നത്? കാരണം ഇവർ രാജസ്ഥാനിൽ നടപ്പിലാക്കിയതാണ്, മറ്റു എല്ലാ സ്റ്റേറ്റുകളിലും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കിയതാണ്. പിന്നെ ഇവരെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം? ഞങ്ങളിത് നടപ്പാക്കാൻ പോണു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മതി. അല്ലാതെ ഇത് അല്ല, സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞ് ഇത് പൊടിച്ച് മറ്റേ എന്താണ് മറ്റേ ആ ചാരമാക്കിയിട്ട് ഞങ്ങൾ അറബിക്കടലിൽ എറിയുമെന്നൊക്കെ പറഞ്ഞ് എന്താണ്. പിന്നെ മറ്റേ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റേ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ നെഹ്റുവും ഗാന്ധിജിയും ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ തിരിച്ചു വരും, ഇല്ലെങ്കിൽ അവർ അവിടെ തന്നെ കിടക്കും. ഞാൻ വോട്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഗാന്ധിജിയൊക്കെ അവിടെ കിടക്കൂട്ടാന്ന്. ഇപ്പൊ ഗാന്ധിജിയൊക്കെ അവിടെ തന്നെ, ഗാന്ധിജി നെഹ്റു ഒക്കെ അവിടെ തന്നെ. കയറി താനൊന്നും കയറി വരണ്ട, അധികാരം കിട്ടാൻ വേണ്ടി നമ്മ ചേട്ടൻ്റെ ഒരു ചെറിയ നമ്പറല്ലേ ഇത് എന്ന് പറഞ്ഞ് നിൽക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് KM ഷാജിയൊക്കെ അധികാരത്തിലേക്ക് ആരെ വിറച്ചുകൊണ്ടാ പറയണം. അതായത് പുള്ളി ഇങ്ങനെ ഗാന്ധിജിയും നെഹ്റു ഒക്കെ ഇറങ്ങിപ്പോണേ കരഞ്ഞുകൊണ്ടാണ് പുള്ളി എഫേർട്ട് മറക്കരുത്. കാരണം വിയർത്തൊലിച്ച് അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് പറയുന്നത്. അല്ല, പുള്ളി പക്ഷെ എല്ലാ കാര്യം തുറന്നു വന്നിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഷാജി ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ പോയി ഇത് കഴിഞ്ഞപ്പോ. പുള്ളി ഇഞ്ചി കർഷകരാണ്. പുള്ളി ലാസ്റ്റ് തുറന്നു പറഞ്ഞു, നിങ്ങൾ ഈ ഒരു വാക്കിലൊക്കെ പിടിച്ച് എന്ത് ചെയ്യരുത്, ചവറ്റുകൊട്ട് അറബിക്കടൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്ത് ചെയ്യരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് MM മണിയാശാന്റെ കമന്റാ. ഞാനും ഇട്ടിരുന്ന്, KJ ജേക്കബ് സാറും ഇട്ടിരുന്നു. ജേക്കബ് സാറ് മറ്റേ ഡെക്കാനകളുടെ മാധ്യമപ്രവർത്തനാണല്ലോ. പുള്ളി ഞങ്ങൾ 3 പേരും ഇട്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ MM മണിയാശാൻ മറ്റേ കന്യാകുമാരി പോയിട്ട് അറബിക്കടലിൽ PM-ശ്രീ വഴി കിടക്കണ്ടാ നോക്കിയിരുന്നു. അപ്പൊ ജേക്കബ് സാർ ഇവിടെ എറണാകുളത്ത് നോക്കിയിരുന്നു, ഞാൻ ചെന്നൈ മറീന ബീച്ചിലാണ് നോക്കിയത്. ഇനി ഇവിടെ കളയാതെ ഷാജി എങ്ങാനും അവിടെ കൊണ്ടേ ഇഞ്ചി കൃഷിക്ക് എന്തൊക്കെ വേഷം കെട്ടാണ്. ഈ നാട്ടിലുള്ള ആളുകൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവർ പറയുന്നത് മുഴുവൻ തെറ്റായിരുന്നില്ലേ? ഇപ്പൊ മറ്റൊരു വിഷയത്തോണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല. വഖഫ് ബോർഡിന്റെ കേസിൽ 2 പേരെ കൂടി ഞങ്ങള് കേന്ദ്ര നിയമത്തിനനുസരിച്ച് വെച്ചോളാമി എന്നാണ് ഇവര് പറഞ്ഞേക്കണ. ശരിക്കും LDF ഗവൺമെന്റ് എഴുതി കൊടുത്തത് 2 പേരെ അമുസ്ലിങ്ങളെ വെക്കാന്നല്ല, 2 പേരെ കൂടി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2 പേരെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളെ സെക്ഷൻ 14 അനുസരിച്ച് അവിടുത്തെ സ്ട്രിക്ട്ലി ഇൻ അഡ്ഹയറിംഗ് വിത്ത് യുവർ റൂൾസ് നിങ്ങളുടെ നിയമപ്രകാരം വെച്ചോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ സങ്കടം ഇതൊന്നുമില്ല. എന്റെ സങ്കടം ഇതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പോട്ടെ. ഇതൊക്കെ ഇപ്പൊ രാഷ്ട്രീയമാകുമ്പോൾ ഇത്തരത്തിലുള്ള പല വേഷം കെട്ടുകളും പല ഇല്ലാത്ത ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കും, വെടിയും പോകുകയൊക്കെ ഉണ്ടാക്കും. അതിന് കുഴപ്പമില്ല. രാത്രി മറ്റേ സീസറൊക്കെ അടിച്ചിരിക്കും, പല വെടിയും പോകുകയൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രശ്നം ഞാൻ നല്ല ചോദിക്കണം, ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആയിട്ടിരുന്നിട്ടും വന്ന് ഈ നുണ പറഞ്ഞുകൊണ്ടിരിക്കണ ആരെ പറ്റിക്കാനാന്ന് ചോദിക്കണം. ഇതിന്ന് പിന്മാറാൻ പറ്റൂല. ഇന്ന് പിന്മാറി എന്താ കെട്ടിയിട്ട് അടിക്കുക? സത്യത്തിൽ PMC നടപ്പാക്കുന്നില്ല. ഒരു കേന്ദ്ര ഗവൺമെന്റ് കൂടി MOU ഒപ്പിട്ടേക്കണു, അതിൽ സഹകരിക്കില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. എന്താ നമ്മളോട് പറയാ പ്രതിദിനം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയാ? എന്താ പറയാമോ? എന്താണ് ഇതിൽ കുഴപ്പം? ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്റെ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും ആദ്യം പത്രസമ്മേളനത്തിൽ പോയിരുന്നേനെ. ഇത് നടപ്പാക്കിയില്ലെങ്കിൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പോണ? മിസ്റ്റർ സതീശൻ എന്താണ് ചെയ്യാൻ പോണെന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യായിരിക്കും നമ്മളാ. കാരണം മറ്റേ ഈ ചെക്കുള്ള ഷർട്ട് ഇട്ടത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണ് ചെയ്ത് നമ്മള്? സതീശൻ വന്ന് എന്താണ് കേന്ദ്ര സേന വന്ന് അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിൽ കൊണ്ടിടുക, PMC നടപ്പാക്കില്ലെന്ന് പറഞ്ഞു. നടപ്പാക്കില്ല. ഇപ്പൊ പഞ്ചാബില് ആം ആദ്മി പാർട്ടി ആയിരുന്നു, നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ ഭഗവന്ത് സിംഗ് മാനാണ്.
മനസ്സിലായേ? പുള്ളി പുലിയൊന്നുമല്ല, പുള്ളി ഒരു മാനാണ്. അപ്പൊ പുള്ളിനെ എന്ത് ചെയ്തില്ല, പുള്ളി 3 അടിച്ചിരുന്നത് നടപ്പാക്കാനുള്ളതുകൊണ്ട് നടപ്പാക്കാനുള്ള അത്രേ ഉള്ളൂ. പിന്നെ അവർക്ക് മനസ്സിലായത് ഫണ്ട് കിട്ടൂല, സർവശിക്ഷാ അഭിയാനൊക്കെ ഫണ്ട് പിടിച്ചു വെക്കും, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. സർ, ആക്ച്വലി ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഒരു സംഭവം വരുന്നു. അത് കേന്ദ്രം കൊണ്ടുവന്നതാണ്, സമ്മതിച്ചു. അത് നടപ്പാക്കുന്നു. അത് നടപ്പാക്കുമ്പോൾ ഇത്ര പണം കിട്ടും, അതായത് ഇത്ര തുക കിട്ടും, അതിനുവേണ്ടി വിനിയോഗിക്കാൻ കിട്ടും എന്ന് പറഞ്ഞാൽ പോലും അതിൽ വിഷയം വരുന്നില്ലല്ലോ. ഇതിലെ ഒരു കാര്യം പ്രജിത മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന മര്യാദകളുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ PM ശ്രീ നടപ്പാക്കുന്ന പണം അത് ചെറിയ പണമാണ്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. കേരളത്തിന് അത് വേണ്ട. ഇപ്പൊ 2022 മുതൽ 5 കൊല്ലമായിട്ട് നടപ്പാക്കണേ. ഇനി എന്ത് തേങ്ങ കിട്ടാൻ അതിൽ നിന്നൊന്നും കിട്ടാനില്ല. മനസ്സിലായി? ഒരു വെള്ളക്ക പോലും കിട്ടാനില്ല. തേങ്ങ പോട്ടെ, തേങ്ങ കരിക്കണമെങ്കിൽ പിന്നെ കൊണ്ടുണ്ട്, വെള്ളക്കോലും കിട്ടാനില്ല. കിട്ടാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഒരു വൃത്തികേട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ സർവശിക്ഷ അഭയാന്റെ പണം പിടിച്ചു വെക്കുമെന്ന് പറയണം. വേറൊരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുടെ പണം ഞങ്ങൾ തരാതെ പിടിച്ചു വെക്കുമെന്നാ പറയണം. അപ്പൊ അത് പിടിച്ചു വെക്കുമെന്നുള്ളത് കൊണ്ടാണ് ശിവൻകുട്ടിയും ഇതിൽ ഒപ്പിട്ടത്. ശിവൻകുട്ടി പറഞ്ഞല്ലോ, ആ കാശ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിൽ ഒപ്പിട്ടത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കേരളത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ അത് ഒപ്പിടേണ്ട ആവശ്യമുണ്ട്. എന്നാ പിന്നെ അല്ല, അത് ഒപ്പിട്ടത് CPM-ന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്. അത് മാത്രമല്ല, ഇനി ഒപ്പിടണമെങ്കിൽ തന്നെ CPM ഘടകകക്ഷികളൊക്കെ ആയിട്ട് ആലോചിക്കാതെ പോയി ഒപ്പിടണം ശരിയല്ലല്ലോ. CPI ആയിട്ടോ ഘടകകക്ഷികളായിട്ടോ ചെയ്യുന്നത് ശരിയല്ല, രാഷ്ട്രീയപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ തെറ്റാണ്, അത് കാര്യം ശരിയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അത് അവരുടെ ചെയ്യുന്നത് തെറ്റാണ്, അതിലൊരു സംശയമില്ല. അവർ തന്നെ അത് തിരുത്തി ഞങ്ങൾ എന്താണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് മരവിപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് നോട്ടീസ് അയച്ചു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഒപ്പിടുന്നത് വലിയ തെറ്റാണെന്നാണ് പുറത്തു നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് അത് കാശിന്റെ ആവശ്യം കൊണ്ട് അവർ ഒപ്പിട്ട് പോയതാണ്, കുഴപ്പമില്ല എന്നാണ് ഷംസുദ്ദീൻ വന്നിട്ട് പറഞ്ഞത്. ഇതിലുള്ള ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, മുസ്ലിം ലീഗിന്റെ ഒരു കെ സുരേന്ദ്രൻ പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദൈവം അത്ര വലിയവനാണ്. അപ്പൊ എന്താ വെച്ചാൽ, മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയെ കൊണ്ട് തന്നെ PM ശ്രീ നടപ്പാക്കിച്ചല്ലാതെ കേരളം. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ആരോപണം ഉണ്ടാ. മുസ്ലിം ലീഗുകാരൊക്കെ എന്ത് ചെയ്യണം? വീട് വിറ്റിട്ട് വല്ല മറ്റേ മംഗലാപുരത്തൊക്കെ പോയി താമസിക്കേണ്ട അവസ്ഥയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസവൽക്കരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പുള്ളി നടത്തിയ പ്രസംഗം കൊണ്ട് രാഹുൽ ഗാന്ധി, ഞാൻ മുഴുവൻ പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും വൈസ് ചാൻസലർമാരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? RSS ആണ് ഇത് നിയന്ത്രിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ മാറിയിട്ട് പ്രഹ്ലാദ് ജോഷി ഇരിക്കുന്നതിൽ നിങ്ങൾ വളരെ സന്തോഷിച്ചിട്ടൊന്നും കാര്യമില്ല, ആഹ്ലാദമൊന്നും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല പ്രഹ്ലാദം വന്നതിൽ. കാരണം ഇതൊക്കെ ആര് വന്നാലും അത് RSS അതിനെയാണ് നടപ്പിലാക്കണം. അതിനെതിരെ പോരാടണമെന്ന് പുള്ളി അവിടെ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടപ്പോഴാണ് ഇവിടെ സതീശൻ പറയണില്ല ഞങ്ങൾ ഇതായിട്ട് നടപ്പിലാക്കും. പുള്ളിക്ക് ഹൈക്കമാൻഡ് ഒന്നുമില്ല, പുള്ളി ഹൈക്കമാൻഡ് മോദിയാണ്. ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഈ ആളെ പൊട്ടരാക്കുന്ന അഭിപ്രായം എന്ത് ചെയ്യണ്ട. ഇപ്പൊ CPM പറയണേ ഞങ്ങൾ എന്ത് ചെയ്തു, ഒപ്പിട്ട് വിട്ടാ, കാരണം ഫണ്ട് വേണം, അതിനുവേണ്ടി എന്ത് ചെയ്തു, അത് ക്ലിയർ കട്ടാണ്. അപ്പൊ ഓക്കെ, ഇവരും പറഞ്ഞാൽ മതി ഇതേ അത് ഒപ്പിട്, ഞങ്ങള് അധികാരത്തിൽ വന്നാലും ഞങ്ങളത് ഒപ്പിടും, പ്രശ്നം തീരുന്നു. ഇവരെല്ലാ കാര്യത്തിലും ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ നുണ പറഞ്ഞത് ഞാൻ സഹിച്ചു. മറ്റേ K മുരളീധരനും മറ്റേ KM ഷാജിയും പറഞ്ഞാൽ അറബിക്കടലൊക്കെ ഒരു വെറുതെ തമാശക്ക് നമ്മൾ നിങ്ങൾ അതൊക്കെ എടുത്ത് ഇപ്പൊ ഓർത്ത് വെക്കാമോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, മറന്നു കളയണ്ടോ. ഷാജി എന്നോട് ചോദിച്ചാൽ അതിന് പക്ഷേ ഞാനൊരു കാര്യമൊക്കെ ഒരു ആവേശത്തിന് വെറുതെ ഒന്ന് ആളുകളെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ അതൊക്കെ ഓർത്ത് വെച്ച് അതൊക്കെ പറയാലോ. പൊസിഷനിലേക്ക് വരുമ്പോ ചിലപ്പോ നമുക്ക് അതിന്റേതായ പ്രശ്നങ്ങൾ. അല്ല, K മുരളീധരൻ ഇത് തന്നെ പറഞ്ഞു. കാരണം എണ്ണം കെട്ട പറയണോന്നൊക്കെ പറഞ്ഞു. അതെ, ഇപ്പൊ ഞാൻ എന്റെ പുറകിൽ ഇതാ ഉള്ളത്, ഏത് ഗവൺമെന്റ് ഓഫ് കേരള. പണ്ടൊക്കെ ഞാൻ വെറുതെ പലതും പറയുമായിരുന്നു. പോട്ടെ ആകെ ചോദിക്കരുത്. അപ്പൊ ഓക്കെ, അപ്പൊ അത് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. ഇത് പുള്ളി വിചാരിക്കണത് പുള്ളി ബുദ്ധിമാനാണ്, അതുകൊണ്ട് വന്ന് നമ്മൾ എന്ത് ചെയ്തേക്കാം. മറ്റേ പുള്ളിയുടെ പത്രസമ്മേളനമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പഞ്ചാബ് ഹൗസിലൊരു സീനാണ്. പഞ്ചാബ് ഹൗസിൽ മറ്റേ ബുൾസൈ വേണമെന്ന് പറഞ്ഞ് മറ്റേ ഇവർ രണ്ടുപേരെയും, അതായത് കൊച്ചിക്കാരി ഇവരെയും മറ്റേ ഹരിസ് രേശേനെയും കൂടി ദിലീപിന് ഉന്തുന്നുണ്ടല്ലോ, വലിച്ചോണ്ട് കൊണ്ടല്ലോ. അപ്പൊ മറ്റേ കൊച്ചിക്കാനിപ്പോ അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആ കൊച്ചിക്കാനിവിടെ മുഖമാണ് എനിക്ക് ഓർമ്മ ഉണ്ട്. സതീശനെ കാണുമ്പോൾ കൊച്ചിക്കാനി പറയണേ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ബുൾസൈന്ന് പറഞ്ഞാൽ മതി, പൊട്ടനാണ് വിശ്വസിച്ചോളൂ. മൊട്ടത്തോടെങ്കിലും കൊടുത്തിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഇതാണ് ബുൾസൈ എന്ന് പറഞ്ഞാൽ മതി, ഇതാരടുത്ത്